മാഡം ഈ പ്രഗ്നൻസി തുടങ്ങിയ പിന്നെ ഭയങ്കര ക്ഷീണമാണ്, എന്താ ചെയ്യാൻ പറ്റുന്നത്? പ്രഗ്നൻസിയിൽ ആക്ച്വലി നമുക്ക് ക്ഷീണം തോന്നാൻ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ നമ്മൾ ആ തുടക്കത്തിൽ തന്നെ ആദ്യത്തെ 3 മാസത്തിലുണ്ടല്ലോ, നമ്മുടെ ഈ കുഞ്ഞിനെ വളർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് പ്രൊജസ്ട്രോൺ ഹോർമോൺ വരും. ഈ പ്രൊജസ്ട്രോൺ ഹോർമോൺ ഒരു മെറ്റബോളൈറ്റ് ആവും. അത് നമ്മുടെ തലച്ചോറിൽ ചെന്നിട്ട് ഗാബ എന്നൊക്കെ പറയുന്ന കുറച്ച് റിസപ്റ്റേഴ്സിൽ ചെന്നിരിക്കും. അപ്പോൾ അവിടെ ചെന്നിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റി മൊത്തത്തിൽ കുറച്ച് കാം ഡൗൺ ആവും. അതാണ് ഒരു കാരണം. പിന്നത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ബോഡി നമ്മുടെ ഒരു ബേബീനെ വളർത്താൻ വേണ്ടി ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ട് ഇരിക്കുകയല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഒരുപാട് ബ്ലഡ് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് ബോഡിയിൽ. അപ്പോൾ ബോഡിയുടെ ഒരുപാട് എനർജി അങ്ങോട്ട് യൂട്ടിലൈസ് ചെയ്യപ്പെടും. അതുപോലെ ആദ്യമേ കുറച്ച് ഹീമോഗ്ലോബിൻ കുറവുള്ള ആൾക്കാർക്കാണെങ്കിൽ ഈ ഹീമോഗ്ലോബിൻ ഡ്രോപ്പ് കുറച്ചും കൂടെ കൂടും. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം ഉണ്ടാവാം. പിന്നീടുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്, ചിലപ്പോൾ നമുക്ക് ഉറക്കക്കുറവുണ്ടാവും, പ്രത്യേകിച്ച് ലാസ്റ്റൊക്കെ ആകുമ്പോൾ. പക്ഷേ ഈ തുടക്കത്തിലും ചില ആൾക്കാർക്ക് ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാനും വൊമിറ്റ് ചെയ്യാനുള്ള സെൻസേഷനും ഒക്കെ കാരണം ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവാം. പിന്നെയുള്ളതാണ് നല്ല ഛർദിയും ഓക്കാനൊക്കെ ഉള്ള ആൾക്കാർക്ക് ബോഡിയിൽ നിന്ന് ഒരുപാട് വെള്ളം പോവും, അതും ക്ഷീണത്തിൻ്റെ കാരണമാവാം. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഇല്ലെങ്കിലും ഒരുപാട് ക്ഷീണം ഉണ്ടാവാം. പിന്നെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമുക്ക് ബ്ലഡിൻ്റെ കുറവുണ്ട്, അനീമിയ ഉണ്ടോ, അതുപോലെ തന്നെ ഹാർട്ടിന് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്നുള്ളത്. ഇത് രണ്ടും ഇല്ലെങ്കിൽ ഈ ക്ഷീണം കുറച്ച് കോമൺ ആണ്, അത് പതുക്കെ ശരിയാവും. സെക്കൻഡ് ട്രൈമസ്റ്റർ എത്തുമ്പോൾ കുറയും.